തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി.ജെ.പിയുടെ കൈക്കുമ്പിളിലാണെങ്കിലും സുപ്രീം കോടതി പോക്കറ്റിൽ അല്ലാത്തതുകൊണ്ട് കാര്യങ്ങൾ അങ്ങനെ ഹമ്പിളായിട്ട് നടക്കില്ലല്ലോ. കഴിഞ്ഞ ദിവസം പെരുമാറ്റം ശ്രദ്ധിക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടികളോട് പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി ചില ചട്ടങ്ങളും വ്യവസ്ഥകളും കൽപ്പിച്ചു നൽകുകയാണ്. ഒരു പോളിംഗ് സ്റ്റേഷനിൽ പരമാവധി വോട്ടർമാരുടെ എണ്ണം 1200 നിന്നും 1500 ഉയർത്താനുള്ള സമീപകാല തീരുമാനത്തിനെതിരായുള്ള ഹർജി പരിഗണിക്കവേ പോളിംഗിന്റെ വീഡിയോ റെക്കോർഡിംഗ് സൂക്ഷിക്കാൻ സുപ്രീം കോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഉത്തരവിട്ടു. ഇന്ദു പ്രകാശ് സിംഗ് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജിയിൽ പ്രതികരിക്കാൻ അധിക സമയം ആവശ്യപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിനിധീകരിച്ച അഭിഭാഷകൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസ് സഞ്ജയ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് ഈ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. ഓരോ പോളിംഗ് സ്റ്റേഷനിലും വോട്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് ലോജിസ്റ്റിക്കൽ വെല്ലുവിളികൾക്കും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വിട്ടുവീഴ്ചയ്ക്കും ഇടയാക്കുമെന്ന് വാദിച്ചുകൊണ്ട് 2024 ഓഗസ്റ്റ് മാസത്തെ ECIയുടെ ആശയവിനിമയത്തെ ഹർജിക്കാരൻ വെല്ലുവിളിച്ചു. ഈ ഉത്തരവോടെ വിഷയം ജുഡീഷ്യൽ അവലോകനത്തിലായിരിക്കുമ്പോൾ നിർണായക പോളിംഗ് ദൃശ്യങ്ങൾ അതേപടി നിലനിൽക്കുന്നുണ്ടെന്ന് സുപ്രീം കോടതി ഉറപ്പാക്കി. 1961 തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിലെ CCTV പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല എന്നതുൾപ്പെടെയുള്ള സമീപകാല ഭേദഗതികൾക്കെതിരായ കോൺഗ്രസ് പാർട്ടിയുടെ ഹർജിയിൽ ജനുവരി 15 സുപ്രീം കോടതി കേന്ദ്രത്തിൽ നിന്നും തെരഞ്ഞെടുപ്പ് പാനലിൽ നിന്നും പ്രതികരണം തേടിയിരുന്നു. ഓരോ പോളിംഗ് ബൂത്തിലും വോട്ടർമാരുടെ എണ്ണം കൂട്ടാനുള്ള തീരുമാനം ഏകപക്ഷീയമാണെന്നും ഏതെങ്കിലും ഡാറ്റയെ അടിസ്ഥാനമാക്കിയല്ല എന്നും സിംഗ് പറഞ്ഞു. ഒക്ടോബർ 24 തെരഞ്ഞെടുപ്പ് പാനലിന് നോട്ടീസ് നൽകാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. എന്നാൽ വിഷയത്തിൽ അതിന്റെ നിലപാട് അറിയുന്നതിന് പകർപ്പ് ECIയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലിന് നൽകാൻ ഹർജിക്കാരനെ അനുവദിച്ചു. മഹാരാഷ്ട്ര, ബീഹാർ, ഡൽഹി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തെരഞ്ഞെടുപ്പ് സമിതിയുടെ തീരുമാനം വോട്ടർമാരെ ബാധിക്കുമെന്ന് ഹർജിക്കാരൻ വാദിച്ചു. സാധാരണഗതിയിൽ 11 മണിക്കൂറാണ് തിരഞ്ഞെടുപ്പ് നടക്കാറുള്ളതെന്നും ഒരു വോട്ട് രേഖപ്പെടുത്താൻ ഏകദേശം 60 മുതൽ 90 സെക്കൻഡ് വരെ സമയമെടുക്കുമെന്നും അതിനാൽ ഒരു EVM ഉപയോഗിച്ച ഈ പോളിംഗ് സ്റ്റേഷനിൽ ഒരു ദിവസം 660 മുതൽ 490 വരെയുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാനാകുമെന്നും സിംഗ് പറഞ്ഞു. ശരാശരി വോട്ടിംഗ് ശതമാനം 65.70% കണക്കാക്കുമ്പോൾ 1000 വോട്ടർമാരെ സ്വീകരിക്കാൻ തയ്യാറായ ഒരു പോളിംഗ് സ്റ്റേഷനിൽ ഏകദേശം 650 പേർ വോട്ട് രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. 85 മുതൽ 90% വരെ പോളിംഗ് രേഖപ്പെടുത്തിയ ബൂത്തുകളുണ്ടെന്ന് സിംഗിന്റെ ഹർജിയിൽ പറയുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ഏകദേശം 20% വോട്ടർമാർ ഒന്നില്ലെങ്കിൽ വോട്ടിംഗ് സമയത്തിനപ്പുറം ക്യൂവിൽ നിൽക്കും, അല്ലെങ്കിൽ നീണ്ട കാത്തിരിപ്പ് കാരണം അവരുടെ വോട്ടവകാശം വിനിയോഗിക്കുന്നത് ഉപേക്ഷിക്കും. ഒരു പുരോഗമന റിപ്പബ്ലിക്കിലും ജനാധിപത്യത്തിലും സ്വീകാര്യമല്ല ഇതെന്നും കൂട്ടിച്ചേർത്തുകൊണ്ടായിരുന്നു സുപ്രീം കോടതി ഉത്തരവിട്ടത്. അതായത് സുപ്രീം കോടതി പറയുന്നത് മറ്റൊന്നുമല്ല, ഇതുവരെ നടത്തിയ പോലെ തേരാപ്പാര ഒരു തെരഞ്ഞെടുപ്പ് ഇനി ഒരു പോളിംഗ് ബൂത്തിലും നടത്താമെന്ന് കരുതേണ്ട, അത് നടക്കില്ല എന്ന് തന്നെയാണ്. എല്ലാത്തിനും കൃത്യവും വ്യക്തവും ആയ കണക്കുകളും ഡിജിറ്റൽ തെളിവുകളും ഉണ്ടാകണമെന്നാണ് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചട്ടം കിട്ടിയിരിക്കുന്നത്.